ബിഗ് ബോസ് 6ാം സീസണിൽ ജാസ്മിൻ ജാഫറിന് ഗബ്രിക്കുമെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയരുന്നതിനിടെ തന്റെ അഭിപ്രായം പങ്കുവെച്ച് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി റിയാസ് സലീം. ജാസ്മിനെ താൻ പിന്തുണയ്ക്കുന്നില്ലെന്നും മോശം ഗെയിമാണ് ജാസ്മിന്റേതെന്നും റിയാസ് സലീം തന്റെ പോഡ്കാസ്റ്റിൽ അഭിപ്രായപ്പെട്ടു. ജാസ്മിനെ വിമർശിക്കുന്നതിനുള്ള കാരണവും റിയാസ് സലീം വ്യക്തമാക്കി. ജാസ്മിൻ എത്ര നല്ല മത്സരാർത്ഥിയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഒരാളെ എന്തുകൊണ്ട് ബുള്ളി ചെയ്യാൻ പാടില്ല എന്നതായിരുന്നു എന്റെ കോണ്ടെക്സ്റ്റ്. അത് ജാസ്മിന്റെ ഫാൻ പേജിലും അല്ലാതെയും വന്നു. ഞാൻ ജാസ്മിൻ ഫാൻ അല്ല, ജാസ്മിനെ ഇഷ്ടവുമില്ല. ഗബ്രി ഒരു റെഡ് ഫ്ലാഗ് ആണെങ്കിൽ ജാസ്മിൻ റെഡ് കാർപ്പറ്റ് ആണ്. ഒന്നാമത്തെ കാര്യം, ജാസ്മിൻ പുറത്ത് റിലേഷൻഷിപ്പുള്ള ആളാണ്. റിലേഷൻഷിപ്പ് കഴിഞ്ഞ് ഷോയിലേക്ക് വന്ന ആളല്ല. എൻഗേജ്മെന്റും കഴിഞ്ഞു. ഞാൻ കമ്മിറ്റഡ് ആണെന്ന് മീഡിയയിലും ഷോയിലും പറഞ്ഞു. വരന്റെ പേര് വരെ എടുത്തിട്ടു. അയാളെ വെറും അലവലാതിയാക്കി മാറ്റിയ സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അവളൊരു വഞ്ചകിയാണ്. ആ ഒരു കാര്യത്തിൽ ജാസ്മിനോട് ഒരു സിമ്പതിയും തോന്നേണ്ട ആവശ്യം ഇല്ല. റിലേഷൻഷിപ്പിലുള്ള സമയത്ത് മറ്റൊരാളോട് ഫിസിക്കൽ അട്രാക്ഷനോ റൊമാൻറ്റിക് അട്രാക്ഷനോ തോന്നുന്നത് വളരെ നാച്ചുറൽ ആണ്. തോന്നും, പക്ഷെ അതിന്റെ പിന്നാലെ പോകണോ എന്നതാണ് പോയിന്റ്. ഒരു ഷോയിലേക്ക് വരുമ്പോൾ സപ്പോർട്ട് സിസ്റ്റം ആവശ്യമായിരിക്കാം. ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കാം. അതുകൊണ്ടൊക്കെ നമുക്ക് വേറൊരാളോട് അട്രാക്ഷൻ തോന്നാം. പക്ഷെ അത് വേണോ വേണ്ടയോ എന്നതൊരു ഓപ്ഷനാണ്. വേണം എന്നുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യാം എന്നതിനും ഓപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ തൽക്കാലം ഹോൾഡ് ചെയ്ത് വെച്ച് പുറത്തുള്ള ബോയ്ഫ്രണ്ടിന് ഒരു അൾട്ടിമേറ്റം കൊടുത്ത ശേഷം ആകാം. പക്ഷെ ഇവിടെ ജാസ്മിന് ഈ റിലേഷൻഷിപ്പ് യൂസ് ചെയ്യണമായിരുന്നു. ഞാനും ഗബ്രിയും റിലേഷൻഷിപ്പാണ് ആകണമെന്ന് നാട്ടുകാരെ കാണിക്കമായിരുന്നു. ആ കണ്ടന്റ് പരമാവധി യൂസ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന മോശം ചിന്താഗതിയാണ് ജാസ്മിനെ റിയാസ് തുറന്നടിച്ചു. ജാസ്മിൻ ഉദ്ദേശിച്ച ഗെയിം വർക്കായി. ജാസ്മിൻ ഷോയുടെ മെയിൻ ഫോക്കസ് ആകണമെന്നായിരുന്നു. അത് വർക്കൗട്ടായി. കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് അക്കാര്യം ജാസ്മിന് മനസ്സിലായെന്നും റിയാസ് സലീം അഭിപ്രായപ്പെട്ടു. ഗബ്രിയെ കുറിച്ചും റിയാസ് സലീം സംസാരിച്ചു.